വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. നിയമം മുഴുവനായോ ഏതെങ്കിലും ഭാഗമായോ ഒഴിവാക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന തരത്തിലും പാർലമെന്റിന്റെ അവകാശം എടുത്തു കളയാൻ കോടതിക്ക് അവകാശമില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ സത്യവാങ്മൂലത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇതോടനുബന്ധിച്ച് പരാതി നൽകിയവരുടെ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. 5 പരാതികളാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായിരിക്കുന്ന ഒരു ഉത്തരവ് നിലവിലെ സാഹചര്യങ്ങൾ തുടരാൻ വേണ്ടി സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. എന്നാൽ ഈ 5 പരാതിയിലും യഥാർത്ഥത്തിൽ സമസ്തയും അതോടൊപ്പം മുസ്ലിം ലീഗും ഇല്ല എന്നുള്ളത് വലിയ വിമർശനത്തിന് വിധേയമായതാണ്. അവർ പല ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് സമസ്ത സുപ്രഭാതം പത്രത്തിലൂടെ തങ്ങളുടെ പരാതി പ്രകാരം തങ്ങൾ കോടതിയിൽ നൽകിയിരിക്കുന്ന പരാതി പ്രകാരമാണ് വിധി പറഞ്ഞത് എന്ന് പല ഘട്ടങ്ങളിൽ സുപ്രഭാതം റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റിൽ യഥാർത്ഥത്തിൽ സമസ്തയുടെ പേരില്ല എന്നുള്ളത് ഇതിനു മുൻപ് സുപ്രഭാതം പറഞ്ഞ റിപ്പോർട്ടൊക്കെ പച്ചക്കള്ളമാണ് എന്നതിന് തെളിവായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇതിൻ്റെ കൂടുതലായിരിക്കുന്ന വിവരങ്ങളൊക്കെ ചാനലിൽ പൂർണ്ണമായ രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കുന്നു.